അതുകൊണ്ടാണ് കേൾക്കുന്നത്. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഞാൻ നിൽക്കുകയാണ്. ഞാനിവിടെ വരുന്നവരെ സത്യത്തിൽ എനിക്ക് എന്താണ് ഈ പരിപാടി എന്നുള്ളത് പോലും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു. ഞാനിവിടെ വന്നു യുവജന സംഘടനയുടെ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. അതിലിപ്പോൾ ലാസ്റ്റ് നടന്ന ഒരു നമ്മൾക്ക് രാജ്യത്തിന് വേണ്ടി ജവാനായ അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം ഞാനിവിടെ നിന്ന് ഇങ്ങനെ കേൾക്കുകയായിരുന്നു. ഈ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനത്തിന് എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നല്ലൊരു രീതിയിൽ ഹൃദയം കൊണ്ട് ഞാൻ നേരുകയാണ്. അച്ഛൻ പറഞ്ഞ പോലെ അച്ഛൻ എന്നെ അത്ര അറിയില്ല എന്ന് പറഞ്ഞല്ലോ. എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞിട്ട് അച്ഛൻ അച്ഛൻ അറിയാൻ പാകത്തിന് ഞാനൊരു സ്റ്റാർ ആവുന്ന രീതിയിൽ അച്ഛൻ എന്നെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കില്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഈ ചേച്ചിമാര് വിളിച്ച് വിക്കിപീഡിയയിൽ നിന്ന് എഴുതിയിട്ടാണ് പലതും വായിച്ചത്. അതെനിക്ക് മനസ്സിലായി. കാരണം കട്ടപ്പന ഋത്തിക് റോഷൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എഴുതിയ അമർ അക്ബർ ധോണി എന്ന് പറഞ്ഞ സിനിമ, കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ, യമണ്ടൻ പ്രേമകഥ, വെടിക്കെട്ട്, ഈ 4 സിനിമകളാണ് ഞാൻ എഴുതിയ സിനിമകൾ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫ്ലായി പോയി. പിന്നെ ഇവിടെ ഞാൻ പറയപ്പെടാത്ത, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്തത്, കാരണം എൻ്റെ മുമ്പിലിരിക്കുന്നവരെല്ലാവരും എനിക്ക് പരിചിതരായ ആളുകളല്ല. ഞാൻ ഇത്രയും ഒരു സ്റ്റേജിലും ഇത്രയും ടെൻഷൻ എടുത്തിട്ടില്ല. എന്താണ് ഞാനിവിടെ പറയേണ്ടത്, പ്രസംഗിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ധാരണ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം പ്രത്യേകിച്ച് യുവജനങ്ങളാണെന്ന് പറഞ്ഞു, അവർക്ക് വേണ്ടി എന്ത് പറയുന്നു പറഞ്ഞു. അപ്പോഴാണ് ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് തന്നെ ഞാൻ പതുക്കെ ഞാൻ കടന്നത്. ഈ പറയുന്ന ഡയറക്ടറായിട്ടും അല്ലെങ്കിൽ റൈറ്ററായിട്ടും ജഡ്ജായിട്ടൊക്കെ എന്നെ അറിയാവുന്ന നിങ്ങളോട് ഞാൻ ഒരു കുഞ്ഞു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എറണാകുളം ക്രിസ്തുരാജ് ഹൈസ്കൂളിലെ ഹിന്ദി അധ്യാപകനാണ്. കൈയടിച്ചോളൂ. ഞാനിത് പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പെൺകൊച്ചി, ഇവനാണ് അധ്യാപകനാണ്, ലുക്കില്ലെന്നുള്ളൂ. സത്യമായിട്ട് ഞാൻ അധ്യാപകൻ, അമ്മച്ചിയാണ് സത്യം. വേണമെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചോളൂ. ഞാൻ ഹിന്ദിയിലായിരുന്നു എൻ്റെ ഐച്ചി വിഷയം. ഹിന്ദിയിൽ MA, MPhil, B.Ed ഒക്കെ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. ഇപ്പോൾ 5-6 മാസമായിട്ടുള്ളൂ ഞാൻ ആ സ്കൂളിൽ ജോലി ചെയ്യാൻ കയറിയിട്ട്. അത് ഇവിടെ മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ മന്ത്രിക്ക് അറിയായിരുന്നു. കാരണം മന്ത്രിക്ക് അറിയായിരുന്നു. മാമിന് എന്നെ നേരിട്ട് അറിയാൻ ഞാൻ അധ്യാപകനാണെന്നുള്ള കാര്യം. ഞാനിതിവിടെ പറയാനുള്ള കാരണം നിങ്ങൾക്ക് എന്നെ അറിയാവുന്ന എൻ്റെ പാഷൻ കലയാണ്, എൻ്റെ എഴുത്താണ്, അല്ലെങ്കിൽ എൻ്റെ സിനിമയാണ്. ഞാൻ പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹത്തിൻ്റെ പ്രകാരമാണ് ഒരു ജോലി എന്നുള്ള രീതിയിലാണ് ഞാൻ അധ്യാപകം കൂടെ കൊണ്ടുപോയത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ യുവജനങ്ങൾക്ക് എനിക്ക് തോന്നുന്ന ഒരു ഉപദേശത്തിൻ്റെ ഒരു കാര്യം യുവജനങ്ങൾക്കില്ല. ഒരു ഉപദേശവും ലോകത്ത് എനിക്ക് തോന്നുന്നില്ല ഒരു ഉപദേശം കൊണ്ട് നമ്മൾ ആരും നന്നായിട്ടില്ല. റീൽസിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കുറേ ഫോട്ടോ കണ്ടും വീഡിയോ കണ്ടും മ്യൂസിക് ഇട്ട് കണ്ടുമൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നും നമ്മൾ സംഭവിക്കാൻ പോകുന്നില്ല. അവനവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ച മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ട് മാറിയാൽ മാത്രമേ നമ്മൾ മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ ആഗ്രഹപ്രകാരം ഈ കലയിൽ പോകുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ പഠിത്തവും മുന്നോട്ട് കൊണ്ടുപോയി. നിങ്ങൾക്ക് അറിയാവുമെന്ന് എനിക്കറിയില്ല, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് എന്നെക്കാളും പ്രതിഭാധനത്തിലാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന വലിയൊരു ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഇത്രയും വലിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുമ്പോൾ തന്നെ അദ്ദേഹം അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം നന്നായിട്ട് വയലിനും വായിക്കുമായിരുന്നു. നല്ല വയലിനിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അതേപോലെ വിൻസൻ ചർച്ചിൽ, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന, ബ്രിട്ടീഷിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന, നോബലിസ്റ്റ് ജേതാവായിരുന്ന വിൻസൻ ചർച്ചിൽ, അദ്ദേഹം നന്നായിട്ട് പടം വരയ്ക്കുമായിരുന്നു. എന്തിന് ലോകത്തെ ഇടകർപ്പിച്ച ഹിറ്റ്ലർ വരെ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അദ്ദേഹം വരച്ചിരുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വര എന്ന് പറയുന്നത് കാർട്ടൂണാണ്. ഡിസ്നിയുടെ പിനാക്കിയോ എന്ന് പറഞ്ഞിട്ട് മൂക്കുതൻ്റെ കാർട്ടൂണാണ്. എല്ലാവരും ഈ അവരവരുടെ അവരുടെ ജീവിതയാത്രയിൽ ഒരു സാധനം കൂടെ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. എനിക്ക് ഈ യൂത്ത് എന്ന് പറയുമ്പോൾ ഞാൻ അടക്കമുള്ളവരാണല്ലോ. ഞാൻ അടക്കമുള്ളവരോട് എനിക്ക് എന്നെ തന്നെ ഉപദേശിക്കാനുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ. അതെന്ന് ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയയുടെ കുറേ കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നമ്മൾ അപ്ഡേറ്റ് അല്ലെങ്കിൽ നമ്മളൊക്കെ കുറ്റക്കാരാണെന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 5 മിനിറ്റ് 2 മിനിറ്റ് അതിന് വേണ്ടി തീർക്കണം. സോഷ്യൽ മീഡിയ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോഷ്യൽ മീഡിയ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ പീലാത്തോസിന്റെ പോലെയാണ് വെച്ചത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റിൽ നടക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്താണെങ്കിലും ആളുകളിലേക്ക് ജഡ്ജ്മെന്റിൽ എത്തിച്ചിട്ട് ലാസ്റ്റ് പുള്ളി കൈ കഴിക്കും. ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ. കൈ കഴിക്കണം. കൃത്യമാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എന്നോടൊരു തവണ എന്നോടൊരു കുട്ടി ഇന്റർവ്യൂവിൽ പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾക്കധികം ഫോളോവേഴ്സ് ഇല്ലല്ലോ എന്ന് ചോദിച്ചു.
ശരിയാണ്, ഞാൻ അത്ര ആക്റ്റീവായിട്ടുള്ള, ഇപ്പം ഞാൻ ആക്റ്റീവായി തുടങ്ങി. അത് വേറെ ഈ പറയുന്ന മുന്നോട്ടുള്ള യാത്രയിൽ കൊളാബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാശ് കിട്ടുന്ന കാര്യമായിട്ട് ഞാൻ അത് ഫോളോ അപ്പ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ബാക്കിയുള്ള ആളുകളുടെ അത്ര, അല്ലെങ്കിൽ എന്നെക്കാൾ ഈ അടുത്ത കാലത്ത് വന്ന ആളുകൾ വരെ എന്നെ കൂടുതൽ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് ബിബിന് ഫോളോവേഴ്സ് ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു ഉത്തരം ഇതായിരുന്നു. നമ്മുടെ ലോകത്തെ ഈ പറഞ്ഞ നേരത്തെ വിറപ്പിച്ച ഹിറ്റ്ലറിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. യേശു ക്രിസ്തുവിന് 12 പേരുണ്ടായിരുന്നു. എനിക്കത് മതി, ഉള്ളത് അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ കുറേ പറയാനുണ്ട്. നമ്മൾ നേരത്തെ പറയില്ലേ, അമ്മയെ തല്ലിയ 2 വർഷം എന്ന് പറയുന്നത്, അത് വെറുതെ ഒരു പറച്ചിൽ മാത്രമായിരുന്നു നേരത്തെ. ഞാൻ ഈയിടെ കണ്ടു ഒരു അമ്മയെ തല്ലുന്ന വീഡിയോ കണ്ടപ്പോൾ അതിൽ 50 ലൈക്ക് 50 ഡിസ്ലൈക്ക്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ, ഒരു ജഡ്ജ്മെന്റൽ കാലഘട്ടത്തിൽ, എല്ലാത്തിനെയും കുറ്റം പറയുന്ന ഒരു കാലഘട്ടത്തിൽ, പോസിറ്റീവ് ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ഇതിൽ നിന്ന് അതിജീവിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ യുവതലമുറ, അല്ലെങ്കിൽ ഞാൻ അടക്കമുള്ളവർ നേരിടുന്ന യഥാർത്ഥ പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തൊക്കെ വന്നാലും ഈ പറയുന്ന നമ്മുടെ ഈ സംഘടന, അതായത് ഓർത്തഡോക്സ് ക്രൈസ്തവ വിഭജന പ്രസ്ഥാനം തുമ്പമൺ ഭദ്രാസനം, അത് ഗംഭീരമായിട്ട് ഇനിയും മുന്നോട്ട് തുടരട്ടെ. ഞാനിവിടെ നിന്നപ്പോൾ കണ്ടു, ഇവിടെ വരുന്ന എല്ലാവർക്കും അവരവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ക്ലോക്ക് കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, കാരണം അതോടുകൂടി എൻ്റെ സമയം തെളിയണം. അപ്പോൾ എന്തായാലും എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച നിതിൻ ബ്രോയെ ആണെങ്കിലും വിജയ് ഇന്ദുചൂടനാണെങ്കിലും, പിന്നെ ഈ പത്തനംതിട്ട എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നാടാണ്. ഏറ്റവും പ്രിയപ്പെട്ട നാടാണ്. എനിക്കറിയാവുന്ന ഒരുപാട് ആളുകളുള്ള ആളാണ്. ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ സ്റ്റോൺ ഗാലറിയിലെ വേണുചേട്ടനാണെങ്കിലും ജിജോ ചേട്ടനാണെങ്കിലും, പിന്നെ നമ്മുടെ ആണെങ്കിലും, പിന്നെ കൂടെ എന്ന് പറഞ്ഞ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച നീയൊക്കെ പത്തനംതിട്ടക്കാരാണ്. ഒരുപാട് പേരുണ്ട്. പറയാൻ നിന്നാൽ പിന്നെ പറയും 7 മിനിറ്റ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ജയിച്ചു. വീട് തുടങ്ങിയോ? ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട്. 2 വരി ഞാൻ പാടാം. കാരണം ഇതിൽ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, അനവസരത്തിൽ തമാശ പോലും ബുദ്ധിമുട്ടാണെന്നുള്ളത്. 2 വരി ഞാൻ പാടാം. ഒത്തിരി വെള്ളം കുടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. 7 മിനിറ്റ് പഠിച്ചിക്കോ. എപ്പോഴും ബൈബിളിൽ പറഞ്ഞേക്കുന്ന പോലെ എൻ്റെ നന്ദിയുള്ളവരാവുക എന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ നന്ദി, എന്നിവിടെ വിളിച്ചതിൻ്റെ നന്ദി ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. നന്ദി ഞാനെങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നുടെ നന്മകൾക്കാ, വാക്കുകൾ പോരാനാഥ ചൊല്ലാൻ ശക്തിയുമില്ലെനിക്ക്. എല്ലാത്തിനും നൽകുന്നു ഞാൻ നന്ദി, നന്ദി ദൈവമേ നന്ദി. എല്ലാത്തിനും നൽകുന്നു ഞാൻ നന്ദി, നന്ദി ദൈവമേ നന്ദി. നന്ദി ഞാനെങ്ങനെ ചൊല്ലേണം ദൈവമേ നിന്നുടെ നന്മകൾക്കാ, വാക്കുകൾ പോരാ ചൊല്ലാൻ ശക്തിയുമില്ല.